ആവേശം സിനിമയുടെ ഡയറക്ടറായ ജിത്തു മാധവനും ലാലേട്ടനും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞതാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ കൺഫേം ആയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും ഉടനെ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം തന്നെ ആരംഭിക്കാൻ പോകുന്നത് അടുത്ത വർഷം ഡിസംബർ മാസത്തിലായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് എന്താ ഇത്ര ഡിലേ എന്ന് ചോദിച്ചാൽ അത്രയും സിനിമകൾ ഇനി ലാലേട്ടൻ ചെയ്യാനുണ്ട് അടുത്ത വർഷം. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് റാം റംബാൻ ഈ രണ്ട് സിനിമകളുടെ അവസ്ഥ എന്തെന്ന്. ഈ രണ്ട് സിനിമകളും ഡ്രോപ്പായോ എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതിൽ റാം സിനിമയുടെ ഷൂട്ടിംഗ് മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞതാണ്. റംബാൻ്റെ പിന്നെ ഷൂട്ടിങ്ങേ ആരംഭിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അടുത്ത വർഷമൊന്നും ലാലേട്ടന് തീരെ ഡേറ്റ് ഇല്ല. ഇനി എത്ര സിനിമകളാണ് അടുത്ത വർഷമൊക്കെ ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു സിനിമകളുടെ ചിത്രീകരണമൊക്കെ എപ്പോൾ ആരംഭിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. വേല സിനിമയുടെ ഡയറക്ടറായ ശ്യാം ശശി ലാലേട്ടനോടൊരു കഥ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ക്രിപ്റ്റിൽ ചില തിരുത്തലുകളൊക്കെ ലാലേട്ടൻ ആവശ്യപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ശ്യാം ശശിക്ക് ലാലേട്ടനുമായിട്ട് ഒരു മീറ്റിംഗ് കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു സിനിമ ഫൈനലൈസ് ആയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു സിനിമ നടക്കുകയാണെങ്കിൽ ജോൺ മേരി ക്രിയേറ്റീവ് പ്രൊഡക്ഷൻസ് ആയിരിക്കും ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. അതായത് മാലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ പ്രൊഡ്യൂസറായ ഷിബു ബേബി ജോൺ. ഇതുപോലെ ഡിസ്കഷനിലിരിക്കുന്ന പല പ്രൊജക്റ്റുകളുണ്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ലാലേട്ടൻ അൻവർ റഷീദ് പടം, ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ വരുന്ന ജിത്തു മാധവൻ ലാലേട്ടൻ പടം, അമൽ നീരദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അമൽ നീരദും ലാലേട്ടനും ഒന്നിക്കുന്ന സിനിമ, പിന്നെ നിർമ്മൽ സഹദേവ് ലാലേട്ടൻ പടം, മണിയമ്പിള്ള രാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൃഷാന്ത് ലാലേട്ടൻ പടം. ഈ ഒരു സിനിമ കൺഫേം ആണ്. അതുപോലെ ഈ ഒരു ലിസ്റ്റിൽ കൺഫേം ആയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്യാം ശശിയുടെ പ്രൊജക്റ്റ് വെച്ച് ബാക്കിയെല്ലാം കൺഫേം ആയെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് വരുന്നത്. പക്ഷേ സിനിമയുടെ കാര്യമാണ്, ചില പ്രൊജക്റ്റുകൾ ഡ്രോപ്പ് ആവും, ചിലത് ഓൺ ആവും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ പറയാൻ മറന്നു, ലാലേട്ടൻ ജിത്തു മാധവൻ ചിത്രം ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈനർ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം പുതിയ ലാലേട്ടനിലെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന നല്ല സിനിമകൾ അടുത്ത വർഷങ്ങളിലായിട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം.